ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. തിരുവഞ്ചൂർ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇതൊരു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പം നേരിടുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് അതിജീവിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം അങ്ങേക്കുണ്ടോ? ഇത് വിശ്വാസത്തിന്റെയല്ല, പ്രശ്നത്തിന്റെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ്. ആ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു മാതൃകയായിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ വിശ്വാസവും. അതിനുതകുന്ന വിധത്തിലുള്ള ഒരു തീരുമാനമാണ് പാർട്ടി ലീഡർഷിപ്പ് എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ നിയമപരമായി പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന മാനദണ്ഡമാണോ ഇതിൽ പ്രധാനമായും പാർട്ടി പരിഗണിച്ചത്? അല്ലല്ല, നമ്മൾ നോക്കുന്ന ഒരു മോറൽ സെപ്റ്റിറ്റ്യൂഡിനോട് നമുക്ക് ഏത് രൂപത്തിലാണ് റിയാക്ട് ചെയ്യേണ്ടത്, അത് പ്രോപ്പറായ രൂപത്തിൽ തന്നെ എന്റെ പാർട്ടി റിയാക്ട് ചെയ്തിരിക്കുകയാണ്. അല്ല, ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി പ്രതികരിച്ച നേതാക്കന്മാരുടെയൊക്കെ ഒരു പിൻബലം ഇത്തരമൊരു തീരുമാനത്തിന് പാർട്ടിയിൽ കിട്ടിയിരുന്നോ? അല്ല, പാർട്ടിക്കകത്ത് ഈ പറഞ്ഞതുപോലെ തീരുമാനത്തിന് ശക്തി കൂടിയിട്ടുണ്ടോ, എത്ര കൂടുതൽ ആളുകൾ പിന്തുണച്ചു എന്നുള്ളതല്ല, ഒരു പാർട്ടിയുടെ സമീപനമാണ്. ഈ സമൂഹത്തിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഈ പരിഷ്കൃതമായ ഒരു സംസ്ഥാനത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ സമീപനം എന്താ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സമീപനത്തിൽ മാതൃകാപരമായ ഒരു തീരുമാനം തന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങോട്ട് ഞാൻ വളരെ പേഴ്സണലി ചോദിച്ചാൽ, ഈ പരാതിക്കാരികൾ ഇപ്പോഴും പുറത്ത് കർക്കശമായ പരാതികളുമായി നിൽക്കുന്ന ഒരു വേളയിൽ ഇതൊരു മോഡൽ തീരുമാനമാണ് എന്ന് അങ്ങ് പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ള പാർട്ടികളുടെ തീരുമാനമായി താരതമ്യപ്പെടുത്തുമ്പോൾ? അല്ല, ഇത് നമ്മൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതലമുണ്ടല്ലോ, അതിൽ ഏറ്റവും ശക്തമായ രൂപത്തിൽ ഇതുപോലുള്ള കാര്യത്തോട് റിയാക്ട് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നാണ് ഇതുവരെ കാണിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ. അതിനേക്കാൾ വ്യത്യസ്തമായി മറ്റൊന്നും എടുത്തു കാണിക്കാൻ എന്റെ മുമ്പിൽ എനിക്ക് കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ മാതൃകാപരമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്നു. അതിന്റെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ അത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒറ്റ കാര്യം കൂടി, പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരിക, അവിടെ BJP അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക, അവർക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കരുതൽ നടപടി കൂടിയായി ഇതിനെ കാണാൻ കഴിയുമോ? അല്ല, അത് ഇതിനകത്തെ രാഷ്ട്രീയം നോക്കുമ്പോഴാണ്. ഇതിനകത്തെ രാഷ്ട്രീയ ലാഭനഷ്ടത്തെക്കുറിച്ചല്ല. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂവിനോട് ഒരു പാർട്ടി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ പാർട്ടി ഈ കാര്യത്തിൽ തികച്ചും മാതൃകാപരമായ ഒരു റിയാക്ഷൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. കാരണം നമ്മളുടെ ലക്ഷോപലക്ഷം സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് എല്ലാവർക്കും സുരക്ഷിതത്വമുള്ള ഒരു പാർട്ടിയായി ഇതിനെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ തന്നെ ആവശ്യമാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ അതിൽ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് നീങ്ങി. ഓക്കെ, താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം ഈ മോർണിംഗ് ഷോയിൽ ചേർന്നത്.